ബൈബിളിലെ സംഖ്യാപുസ്തകത്തിൽ ഒരു വലിയ കുടുംബവഴക്കിന്റെ കഥയുണ്ട്. ഒറ്റനോട്ടത്തിലൊരു സാധാരണ തർക്കം പോലെ തോന്നാമെങ്കിലും അതിന്റെ അവസാനം നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. മോശയുടെ ഒരു കല്യാണത്തെ ചൊല്ലി സ്വന്തം ചേച്ചിയും ചേട്ടനും തുടങ്ങിയൊരു വഴക്ക് എങ്ങനെയാണ് അപ്രതീക്ഷിതമായ ഒരു ദൈവീക വിധിയിൽ ചെന്നെത്തിയത്? നമുക്കീ കഥയുടെ ഉള്ളറകളിലേക്കൊന്നു പോകാം. അപ്പോ ഒന്നാം ഭാഗം, ഒരു കുടുംബവഴക്ക്. ഈ കഥയിലെ പ്രധാന ആളുകൾ ആരൊക്കെയാണ്? എന്തായിരുന്നോ അവരുടെ പ്രശ്നത്തിന്റെ യഥാർത്ഥ തുടക്കം? നമുക്കാദ്യം അതൊന്ന് നോക്കാം. പ്രശ്നത്തിന്റെ തുടക്കം ഈ ഒരൊറ്റ വാചകത്തിലാണ്. ഇവിടെ മോശയെ ചോദ്യം ചെയ്യുന്നത് പുറത്തുനിന്നുള്ള ആരുമല്ല, സ്വന്തം ചേച്ചിയായ മിരിയാമും ചേട്ടനായ അഹരോനും തന്നെയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് മോശയ്ക്കെതിരെ സംസാരിച്ചത്. ദൈവത്തിന്റെ ദേഷ്യവും അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ കിട്ടി. ദൈവം രണ്ടുപേരെയും വഴക്കു പറഞ്ഞു. പക്ഷേ ശിക്ഷ കൊടുക്കാൻ നേരം കാര്യങ്ങളങ്ങ് മാറിമറിഞ്ഞു. ഇതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ചോദ്യം, അല്ലേ? തെറ്റ് രണ്ടുപേരും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് മിരിയാമിനു മാത്രം കുഷ്ഠരോഗമെന്ന കഠിനമായ ശിക്ഷ കിട്ടിയത്? ഈ വിവേചനത്തിന് പിന്നിൽ എന്താണ് കാരണം? നമുക്ക് കണ്ടെത്താം. രണ്ടാം ഭാഗം, മോശെ നിയമം ലംഘിച്ചു. ഈ ചോദ്യത്തിനുത്തരം കിട്ടണമെങ്കിൽ നമുക്കാദ്യം ഒരു കാര്യം പരിശോധിക്കണം. മിരിയാമും അഹരോനും പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? മോശെ ശരിക്കും അന്നത്തെ നിയമപ്രകാരം ഒരു തെറ്റാണോ ചെയ്തത്? ആ കാലത്ത് ഇസ്രായേലിയർക്ക് വിവാഹത്തിന് വളരെ കർശനമായ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്യദൈവങ്ങളെ ആരാധിക്കുന്നവരെ കല്യാണം കഴിക്കാൻ പാടില്ല, പുരോഹിതന്മാർ ചില പ്രത്യേക വിഭാഗത്തിലുള്ള സ്ത്രീകളെ വിവാഹം ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേയേറെ വിലക്കുകളുണ്ടായിരുന്നു. അപ്പോ ഈ നിയമങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ എടുത്തു നോക്കിയാൽ മോശയുടെ സഹോദരങ്ങൾ എന്തിനാണ് ഈ വിഷയം ഉന്നയിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിയമം വെച്ചു നോക്കുമ്പോൾ അവരുടെ സംശയത്തിൽ ഒരു കഴമ്പുണ്ടെന്ന് ആർക്കും തോന്നാം. മൂന്നാം ഭാഗം, 3 സഹോദരങ്ങൾ, 3 റോളുകൾ. അപ്പോ നിയമം മാത്രം നോക്കിയിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ട് അടുത്തതായി നമ്മൾ നോക്കേണ്ടത് ഈ സംഭവത്തിലെ പ്രധാന ആളുകളെയാണ്. പാസ്റ്ററുടെ വ്യാഖ്യാനമനുസരിച്ച് ഈ നിഗൂഢതയുടെ താക്കോല് കിടക്കുന്നത് ഓരോരുത്തർക്കും ദൈവം കൊടുത്ത റോളിലാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും വ്യക്തമാകാൻ തുടങ്ങുന്നത്. ഈ 3 പേർക്കും 3 തരം അധികാരമാണുള്ളത്. മോശയാണ് ടോപ്പ് ലീഡർ, ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന ഒരേ ഒരാൾ. അഹരോൻ മഹാപുരോഹിതനാണ്, അതായത് നിയമത്തിന്റെ സംരക്ഷകൻ. മിരിയാം ഒരു പ്രവാചകിയാണ്. അവർക്ക് ദൈവത്തിൽ നിന്ന് സന്ദേശം കിട്ടുന്നത് സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയുമാണ്. ഈ അധികാരത്തിന്റെ ഓർഡർ വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തുവെച്ചോളൂ. നാലാം ഭാഗം, ദൈവത്തിൽ നിന്നുള്ള വിധി. തർക്കം ഇങ്ങനെ മൂത്തപ്പോൾ കഥയിലേക്ക് ദൈവം നേരിട്ട് ഇറങ്ങിവരികയാണ്. ഇനി വരാൻ പോകുന്നത് ഈ കഥയുടെ ക്ലൈമാക്സ് ആണ്, ഫൈനൽ വേർഡിക്റ്റാണ്. ഇത് ദൈവത്തിന്റെ തന്നെ വാക്കുകളാണ്. എന്തു ശക്തമായ വാക്കുകളാണല്ലേ! ഞാൻ മോശയോട് സംസാരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കുന്ന പോലെയല്ല, മുഖാമുഖമാണ്, നേരിട്ടാണ്. എന്നിട്ടും എന്റെ ദാസനെപ്പറ്റി മോശം പറയാൻ നിങ്ങൾക്ക് പേടി തോന്നിയില്ലേ എന്ന്. ഇതിലെ എല്ലാമുണ്ട്. മോശയുടെ സ്ഥാനം മറ്റുള്ളവരെക്കാൾ എത്രയോ മുകളിലാണെന്ന് ദൈവം ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ കോപം അവിടെ പ്രകടമായി. വിധി പെട്ടെന്നായിരുന്നു, ശിക്ഷയും. ആ നിമിഷം തന്നെ മിരിയാമിന്റെ ശരീരം മഞ്ഞുപോലെ വെളുത്ത കുഷ്ഠരോഗം കൊണ്ട് നിറഞ്ഞു. ശിക്ഷ വളരെ കഠിനമായിരുന്നു, പെട്ടെന്നുള്ളതുമായിരുന്നു. ശിക്ഷ വന്നയുടനെയുള്ള ഇവരുടെ പ്രതികരണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അഹരോൻ അപ്പോൾ തന്നെ തെറ്റ് സമ്മതിച്ച് മോശയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്നാൽ മിരിയാമോ ഒരക്ഷരം മിണ്ടാതെ നിൽക്കുകയാണ്. ഈ ഒരു വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ വീണ്ടും ആ പഴയ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തി. അഹരോൻ പോലും ഞങ്ങൾ പാപം ചെയ്തു എന്ന് സമ്മതിച്ചിട്ടും എന്തുകൊണ്ടാണ് അവന് ശിക്ഷ കിട്ടാതിരുന്നത്? ഇതിന്റെ ഉത്തരം അവരുടെ ജോലിയിലും അധികാരത്തിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് അവസാനത്തെ വിശദീകരണത്തിലേക്ക് കടക്കാം. അഞ്ചാം ഭാഗം, അക്ഷരത്തിനു മുകളിൽ ആത്മാവ്. പാസ്റ്ററുടെ അവസാനത്തെ നിഗമനം ഇതാണ്. ഈ കഥയുടെ ഗുണപാഠമെന്നത് നിയമത്തിന്റെ അക്ഷരങ്ങൾ അതേപടി പാലിക്കുന്നതിലല്ല, മറിച്ച് അതിന്റെ പിന്നിലെ ഉദ്ദേശ്യം അല്ലെങ്കിൽ ആത്മാവ് മനസ്സിലാക്കുന്നതിലാണ്. അപ്പോൾ ഇതാണ് ആ നിർണായകമായ വ്യത്യാസം. അഹരോൻ ആരായിരുന്നു? ഇസ്രായേലിലെ മഹാപുരോഹിതൻ, അതായത് നിയമപരമായ കാര്യങ്ങളിൽ വിധി പറയാൻ അധികാരമുള്ള ഒരു ന്യായാധിപൻ കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അയാൾ മോശയെ ചോദ്യം ചെയ്തത് തെറ്റായ ഒരു നിഗമനത്തിലായിരുന്നെങ്കിൽ പോലും അത് അയാളുടെ ഔദ്യോഗിക പദവിയുടെ ഭാഗമായിട്ടായിരുന്നു. അയാൾ അയാളുടെ ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ മിരിയാമിന്റെ കാര്യം നേരെ തിരിച്ചായിരുന്നു. ഒരു പ്രവാചകി എന്ന നിലയിൽ അവർക്ക് ദൈവിക സന്ദേശങ്ങൾ കൈമാറാൻ അധികാരമുണ്ടായിരുന്നു, പക്ഷേ നിയമം പറഞ്ഞ് ന്യായം വിധിക്കാൻ അധികാരമില്ലായിരുന്നു.
അതുകൊണ്ട് മോശയോടുള്ള അവരുടെ വിമർശനം സ്വന്തം അധികാരപരിധി ലംഘിക്കുന്നതായി മാറി. അതൊരു അഭിപ്രായ വ്യത്യാസമല്ല, മറിച്ച് ദൈവം നിയമിച്ച നേതാവിനോടുള്ള ഒരു അനുസരണക്കേടായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. അപ്പോ ഈ സമവാക്യത്തിലെ അവസാന ഭാഗം മോശ തന്നെയാണ്. അവൻ എന്തുകൊണ്ടാണ് ഒരു തെറ്റും ചെയ്യാത്തവനായി കണക്കാക്കപ്പെട്ടത്? കാരണം മോശയുടെ പ്രവൃത്തികൾ എഴുതിവെച്ച നിയമങ്ങളെ ആശ്രയിച്ചായിരുന്നില്ല, മറിച്ച് ദൈവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള നടത്തിപ്പനുസരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നിയമത്തിനു മുകളിലായിരുന്നു. കാരണം നിയമം കൊടുത്ത ദൈവം തന്നെയായിരുന്നല്ലോ അവനെ നയിച്ചതും. ഈ പുരാതന കഥ നമ്മളെ ഇന്നത്തെ കാലത്തെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. എപ്പോഴാണ് എഴുതിവെച്ച നിയമങ്ങളെ ഒരു ഉയർന്ന ലക്ഷ്യം മറികടക്കുന്നത്? നിയമത്തിന്റെ അക്ഷരങ്ങൾ പാലിക്കുന്നതാണോ അതോ ശരിയായത് ചെയ്യുന്നതാണോ ഏറ്റവും പ്രധാനം? ഇത് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട ചോദ്യമാണല്ലേ?